കൊച്ചിന്റെ കല്യാണം അടുത്ത മാസം. നിങ്ങൾക്ക് വല്ല ചൂടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ലോണിന്റെ കാര്യം എന്തായി? ഒന്നും ശരിയായില്ല. ഒരു പേപ്പർ ശരിയാകുമ്പോൾ മറ്റൊന്ന് പറയും. ബാങ്ക് കയറി കയറി എനിക്ക് മടുത്തു. ഒരു 10 പവനെങ്കിലും കൊച്ചിന് കൊടുക്കണ്ടേ? ഞാൻ എന്തായാലും ചെയ്യാം. ഒരു ഗതികെട്ട തന്തയായി പോയില്ലേ ഞാൻ. നിങ്ങളുടെ പിടിപ്പുകേട് എല്ലാത്തിനും കാരണം. 25 വർഷം കൊണ്ട് കൊച്ചിനു വേണ്ടി എന്നതാ ഉണ്ടാക്കിയെന്ന് ആൾക്കാർ ചോദിച്ചാ കയ്യിലുള്ളപ്പോ എല്ലാരും വാരിക്കോരി സഹായിച്ചു. നമുക്കൊരാവശ്യം വന്നപ്പോ ആരെങ്കിലും ഉണ്ടോ? ദൈവം എന്നെ കൈവിടില്ല. എല്ലാം ദൈവത്തിന് അങ്ങ് പഴിചാരിയാ മതി. മനുഷ്യന് വിവേകം തന്നേക്കുന്ന പിന്നെ എന്നാത്തിനാ? ചൂട് പിടിച്ച ചർച്ചയാണല്ലോ. കല്യാണത്തെ കുറിച്ച് ഓരോന്ന് പറയായിരുന്നു ചേച്ചി. ഇരിക്കുന്നില്ല, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നാ. എന്താ ചേച്ചി? എനിക്കൊരു 50,000 രൂപ വേണമായിരുന്നു. വളരെ അത്യാവശ്യം. അയ്യോ, ഇവിടെ ഒന്നുമില്ല ചേച്ചി. മണിച്ചേട്ടൻ്റെ അടുത്ത് വന്നാ കാശ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വളരെ അത്യാവശ്യമായിരുന്നു. കൊണ്ടുപോയി പണം വെക്ക്, അത്യാവശ്യം നടക്കട്ടെ. എന്താ ചേച്ചി? മണിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂന്ന് എനിക്കറിയായിരുന്നു. മണിച്ചേട്ടാ, ഞാൻ കടം മേടിക്കാൻ വന്നതല്ല. ഞങ്ങളെ മണിച്ചേട്ടനും അനിതയും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ഇതിലൊരു ചെക്കുണ്ട്. മോളുടെ കല്യാണം നടത്താനുള്ളത് ഇതിലുണ്ട്. ഇത് മണിച്ചേട്ടന് അവകാശപ്പെട്ടതാ. മണിയേട്ടൻ തന്ന പൈസ കൊണ്ടാ എന്റെ മോൻ വിദേശത്ത് പോയത്. നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളെ കൈവിടില്ല. അപ്പൊ നമുക്ക് കല്യാണം അടിപൊളിയാക്കണം. എന്നാ ശരിയേ.